എവിടെയാണ് നിലവിൽ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്? കണ്ണൂരിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസായ യൂത്ത് സെന്ററിൽ നിന്ന് ആരംഭിച്ച് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുത് എന്നുൾപ്പെടെയുള്ള ബാനറുകൾ പിടിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു പ്രകടനം കണ്ണൂർ നഗരത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്, എം വിജിൻ MLA, മുഹമ്മദ് അഫ്സൽ തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ കണ്ണൂർ നഗരത്തിൽ ഇത്തരത്തിലൊരു പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്നത്. കേസ് പ്രവർത്തകർക്കെതിരെ അതിശക്തമായ മുദ്രാവാക്യ വിളികളുമായാണ് ഇന്നിലേക്ക് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം കണ്ണൂർ നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയെ ഇത്തരത്തിൽ ശാരീരികമായി കൈകാര്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാമെന്ന് KSUO യൂത്ത് കോൺഗ്രസും കരുതേണ്ട. ഈ കയ്യൂക്കിൻ്റെ കരുത്തും കൊണ്ട് ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ വന്നാൽ അല്ലെങ്കിൽ മന്ത്രിമാർക്കെതിരെ വന്നാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല ഡിവൈഎഫ്ഐ. ശക്തമായ പ്രതിരോധം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടാകും തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കണ്ണൂർ നഗരത്തിൽ ഈ നിലയ്ക്കൊരു പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂരിൽ വെച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെ ശാരീരികമായ ഒരു ആക്രമണം നേരിടേണ്ടി വരുമ്പോൾ അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കും CPIM-ഉം ഡിവൈഎഫ്ഐയും SFIയും എല്ലാം എന്നതിൽ യാതൊരു തർക്കവുമില്ല. ആ തരത്തിൽ കാര്യങ്ങൾ ഉറപ്പിച്ചു വെച്ചുകൊണ്ടുള്ള അങ്ങനെയുള്ള ഒരു പ്രതിഷേധങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെയും CPIM-ൻ്റെയും ഒക്കെ തീരുമാനം. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രകടനമാണ് നടക്കുന്നത്. CPIM-ഉം നഗരത്തിൽ അല്പസമയത്തിനകം പ്രകടനം നടത്തും. നേരത്തെ മുഖ്യമന്ത്രി ജില്ലാ ആശുപത്രിയിൽ വീണ ജോർജിനെ സന്ദർശിച്ച് മടങ്ങിയതിന് പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന CPIM നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ കണ്ണൂർ നഗരത്തിൽ ഒരു പ്രകടനം നടന്നിരുന്നു. ആശുപത്രി മുതൽ പ്രഭാത് ജംഗ്ഷൻ വരെയായിരുന്നു ആ പ്രകടനം നടന്നത്. ഈ സമാനമായ രീതിയിൽ ഈ നിലയ്ക്ക് മന്ത്രിയെ കൈകാര്യം ചെയ്യാനൊക്കെ തീരുമാനിക്കുകയാണെങ്കിൽ അവിടെ കൈയും കെട്ടി നോക്കി നിൽക്കാതെ ഒരു പ്രതിരോധം തീർക്കുമെന്നതായിരുന്നു CPIM-ൻ്റെയും മുദ്രാവാക്യം. സമാന മുദ്രാവാക്യങ്ങളുമായാണ് പ്രതിഷേധ പ്രകടനത്തെ അനുഗമിക്കുകയാണ് നിഖിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്, എം വിജിൻ MLA, മുഹമ്മദ് അഫ്സൽ തുടങ്ങി ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് നിലവിൽ ഈ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചിരിക്കുന്നത്. വലിയ പ്രതിരോധം തീർക്കുവാൻ തന്നെയാണ് എന്തായാലും ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ വലിയ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കണ്ണൂരിൽ വലിയ രീതിയിലുള്ള നേരത്തെ ഒരു പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും MLA-യുടെയും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജിൻ്റെയും അടക്കം നേതൃത്വത്തിൽ അവിടെ ഒരു പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. കണ്ണൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് നിലവിൽ വീണ ജോർജ് KSU പ്രതിഷേധത്തിനിടെ മന്ത്രി വീണ ജോർജിന് കരിങ്കൊടി പ്രതിഷേധത്തിനിടെ പരിക്കേറ്റിരിക്കുന്നത്. മന്ത്രിയുടെ നേർക്കുനേർ നിന്ന് സംസാരിക്കുന്ന പോലെയോ ആ തരത്തിലൊക്കെ ആ തരത്തിലേക്ക് അത്രയധികം ഗ്രാവിറ്റിയുള്ള ഒരു ഇരച്ചുകയറ്റം തന്നെയാണ് KSU പ്രവർത്തകർ അവിടെ നടത്തിയിരുന്നത്. ആ ഘട്ടത്തിൽ ഒരു വനിതാ പോലീസുകാർ ഒരു KSU പ്രവർത്തകനെ തള്ളി മാറ്റുന്നതൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. നേർക്കുനേർ മുട്ടി നിൽക്കുന്ന അത്രയധികം രീതിയിൽ തന്നെ അവിടെ ഒരു പ്രതിഷേധം ഉണ്ടാവുകയാണ് ചെയ്തത്. എന്തായാലും പോലീസ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം പ്രതീക്ഷിച്ചിരുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്.